ഒരുമിച്ച് ദൈവസംഘാന്തരായിരിക്കാൻ കർത്താവിനെ ആദ്യമോർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ ശുശ്രൂഷയുടെ നേതൃത്വം കൊടുക്കുന്ന കഥാദാസൻ എനിക്ക് മുമ്പേ ദൈവവചനം ശുശ്രൂഷ പ്രവർത്തിക്കുന്ന സ്റ്റേജിലായിരിക്കുന്ന നല്ലവരായ കർത്തദാസനാണ്. അതിനേക്കാളുപരി ഇന്ന് വിശുദ്ധ വിവാഹത്തിലൂടെ കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന കർത്താദാസൻ മാത്യൂസ് എല്ലാവർക്കും ഈ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹത്തിനായി കടന്നു വന്ന് ആയിരിക്കുന്ന പോലീസുകാരുമാണ്. അതായത് എല്ലാവർക്കും വേഗബന്ധവനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുകയാണ്. വളരെ സമയം മുന്നോട്ട് പോയി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. അനുഗ്രഹിക്കപ്പെട്ട ദൈവവചന ശുശ്രൂഷ കേട്ടു എങ്കിലും അല്പസമയം കൂടെ നിങ്ങളെ ശ്രദ്ധിക്കാറാണ്. കർത്താവിന്റെ നാമത്തിൽ ഞങ്ങളെ ഓർമ്മിക്കും. അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു ശുശ്രൂഷയാണ് ഇവിടെ നടക്കുന്നത്. ഈ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ എല്ലാവരും വിവാഹ ശുശ്രൂഷ കണ്ടിട്ടുള്ളവരാണ്. വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചവരുണ്ട്, പ്രവേശിക്കുവാൻ ആഗ്രഹിച്ചിരിക്കുന്നവരുണ്ട്. എല്ലാവരും ഈ കൂട്ടത്തിലുണ്ട്. വിവാഹം നടത്തിയ ദൈവദാസന്മാരുടെ പക്ഷേ ഇതിനകത്തുണ്ടായേക്കാം. എന്നാൽ നമ്മളെല്ലാം കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായി ഉള്ള ശുശ്രൂഷകളിൽ ഒന്നാണ് ഇന്ന് പതിക്കാലം ഇവിടെ നടക്കുന്ന ഈ ദൈവമക്കളുടെ വിശുദ്ധ വിവാഹ ശുശ്രൂഷ. എന്തുകൊണ്ടാണ് ഇത് ഇത്രയും സ്പെഷ്യലായിത്തീരുന്നതെന്ന് ചോദിച്ചാൽ, ഈ ശുശ്രൂഷ ഞാൻ നടത്തുന്നത് കൊണ്ടല്ല, കറുത്ത പാറ്റം വെള്ള ഷർട്ടുമിട്ട് ബൈബിൾ പിടിച്ച് ഈ ദൈവദാസന്മാർ സ്റ്റേജിലിരിക്കുന്നത് കൊണ്ടല്ല, നമ്മളെല്ലാവരും ഒരുമിച്ച് വന്നതുകൊണ്ടുമല്ല, തിരുവഴുത്തിന്റെ അടിസ്ഥാനത്ത് നടക്കുന്നത് ശുശ്രൂഷയായതുകൊണ്ടാണ്. എന്താണ് തിരുവഴുത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ശുശ്രൂഷ? മനുഷ്യൻ ഏകനായിരിക്കുന്നു, നന്നല്ല എന്ന് കണ്ട കർത്താവ് അവനൊരു തക്ക തുണയുണ്ടാക്കി കൊടുത്തു എന്ന് തിരുവഴുത്ത് വായിക്കുന്നു. ദൈവമാണ് ഈ ഭൂമിയിൽ ആദ്യമായി വിവാഹ ശുശ്രൂഷ നടത്തിയത്. ആ ശുശ്രൂഷയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത തന്നെയാണ് ഇന്ന് പകലിൽ നടക്കുന്ന ഈ ശുശ്രൂഷയ്ക്കുമുള്ളത്. അതുകൊണ്ടാണ് ഇത് സ്പെഷ്യലായിത്തീരുന്നത്. എന്താ കർത്താവ് നടത്തിയ വിവാഹ ശുശ്രൂഷയുടെ പ്രത്യേകത പറയാം. അല്പസമയങ്ങളെ ശ്രദ്ധിക്കൂ. ഭൂമിയിൽ ദൈവമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം മണ്ണിൽ നിന്ന് ആദാമിനെ തന്റെ കൈകൊണ്ട് മനഞ്ഞ് അവന്റെ മൂക്കിൽ ജീവശ്വാസമൂടി അവൻ ജീവനുള്ള ദേഹിയായിട്ടു. അവൻ ജീവൻ പ്രാപിച്ചപ്പോൾ ആദ്യമായി കണ്ട മുഖം സർവശക്തനായ